അഷ്റഫ് നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ 14-ാമത്തെയും അവസാനത്തെയുമായ അധ്യായം ഒരു മരത്തിൽ നിന്ന് പിറവിയെടുത്ത മൗനം. ഒരു മരത്തിൽ നിന്ന് പിറവിയെടുത്ത മൗനം. സെൽമ ദേവദാരുവിൻ്റെ നിഴലിൽ വീണ്ടും ഉറച്ചു നിന്നു. മഴപ്പാടുകൾക്കൊടുവിൽ നിഴലുകൾ നനഞ്ഞപ്പോൾ ഒരു വൃക്ഷം തനിക്കുള്ളിൽ വേരൂന്നുന്നതിൻ്റെ ശബ്ദം അവൾ കേട്ടു. അത് വെറും മരമല്ല, മനുഷ്യൻ്റെ വേദന കൊണ്ട് വളർന്ന മരമാണ്. അതിൻ്റെ അടിയിൽ വാടിപ്പോയ ആത്മാക്കളുടെയും കാത്തിരുന്ന മൗനങ്ങളുടെയും അവശിഷ്ടം ചിതറിപ്പിരിയുകയായിരുന്നു. അവളുടെ സ്വപ്നത്തിൽ മുസ്തഫ വന്നിരുന്നു. വെളുത്ത വസ്ത്രത്തിൽ, മുഖം തെളിഞ്ഞ്, പക്ഷേ കണ്ണുകൾ നോവുള്ളതായിരുന്നു. അവനു പിന്നിൽ ഒരു കിളി, കണ്ണുകളില്ലാത്ത പക്ഷി, സ്വരം മാത്രമെടുത്ത് ചിറകു വിടർത്തി. നീയിപ്പോൾ യാത്രയ്ക്ക് തയ്യാറാണ്. ഞാൻ നിന്നിൽ പൂർണ്ണമായി തീർന്നിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നീ എന്നെ വിട്ടുപോയില്ല, നീ എന്നെ വിഴുങ്ങി, അതിനാൽ ഞാൻ നിന്നിലായി. സെൽമ പിറകെ തിരിഞ്ഞപ്പോൾ ഹൈദർ ആകെയായി കറുപ്പിൽ ലയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്ന് ശ്വാസം എന്നതിനേക്കാൾ വേഗത്തിൽ പുഞ്ചിരി ഇല്ലാതാകുകയായിരുന്നു. നിന്റെ ഉള്ളിലെ അവനാണ് ഞാൻ, പക്ഷേ നീ നിന്നിലെ ദേഹം നീക്കിവെക്കുമ്പോൾ എനിക്കുള്ള സ്ഥാനമില്ല. ഇതെൻ്റെ വിടപറയലാണ്, നീ ജീവിക്കാൻ. അവൾ ദേവദാരുവിനരികിൽ ചെന്നു. ആ വൃക്ഷം ഇതുവരെ കേട്ടതിൽ ഏറ്റവും മനുഷ്യനായ നിലയിൽ ഉറച്ചിരുന്നു. പുതിയ ഇലകൾ എഴുതിയ പോലെ ഒരു പച്ചമിഴി തെളിഞ്ഞു. അവൾ ആ വൃക്ഷത്തെ സ്പർശിച്ചു. ഒരു രോമം വരെ വിറച്ചു. അതിൻ്റെ അകത്തു നിന്ന് ഒരു ശബ്ദം. ഇനി നീ ഒരാളല്ല, നീ ഒരു വീര്യമാണ്, ഒരു തുടർച്ച, ഒറ്റ ജീവനും ഒരു മരണം കൂടിയ ഒരാകാശരേഖ. സെൽമ നിലത്തിരുന്നു. കണ്ണുകൾ അടച്ചു. ശ്വാസം എടുത്തില്ല, ശ്വാസം വിട്ടില്ല. ഒരു നിശബ്ദത വീണ്ടും പടർന്നു നീങ്ങി. പക്ഷെ അത് ദേഹമല്ല, അത് ആത്മാവിൻ്റെ അതിരാവശ്യമായ ഇടവേളയാണ്. ഒരു കിളി ദേവദാരുവിൽ നിന്ന് പറന്നു. ജാതിമല്ലികയുടെ ഗന്ധം പടർന്നു. ഒടുവിൽ ഒരു വാക്കുമില്ല, ഒരു വിലാപമില്ല, ഒരു ശബ്ദം മാത്രം. പുഴയിലേക്ക് വീഴുന്ന തുള്ളിയുടെ മൃദുലമാം മുഷിപ്പടിയുള്ള മുഷിഞ്ഞ ജപം. പ്രണയം മരിക്കില്ല, അത് മരത്തിലേക്ക് പായും. മരങ്ങൾക്കിടയിലായി ആത്മാവുകൾ തുമ്പികളെപ്പോലെ ജീവിക്കും. ദേവദാരുവിൻ്റെ ഇലയിലിരുന്ന ഒരു കിളി, വയലിലെ പൂച്ചെടികൾ, ആകാശത്തിലേക്ക് നോക്കുന്ന കൊമ്പുകൾ, വേരുകളിൽ ഒളിച്ചിരിക്കുന്ന ഒറ്റ സ്ത്രീയുടെ ആത്മാവ്, ശബ്ദമില്ലാതെ പാടുന്ന ഭൂമിയിലെ ഒടുവിലത്തെ പ്രണയം. അഷ്റഫ് നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവൽ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംല എം ഇക്ബാൽ. നന്ദി.